നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ 2025 വർഷത്തെ അവസാന ദിനങ്ങളിലെ ഫലങ്ങളാണ്, അതായത് ഡിസംബർ അവസാന ഭാഗത്തുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ 2026 പുതുവർഷത്തെ വരവേൽക്കുവാനുള്ള നമ്മളുടെ സാധ്യതകൾ. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചിത്തിര നക്ഷത്രക്കാരുടെ 2025 അവസാനം എന്ന് പറയുമ്പോൾ മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരങ്ങളിലുമൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ഉന്നതരെ പരിചയപ്പെടാനൊക്കെയുള്ള ഒരു ഇട വരുന്നതുമായിരിക്കും. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇവരുടെ പരിചയം മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ പല ഗുണങ്ങളും ഉണ്ടാകും. പൂർവിക സ്വത്തൊക്കെ ഭാഗം വെച്ച് എടുക്കുമ്പോൾ അത് അർദ്ധ മനസ്സോടുകൂടി നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ വരുന്നതാണ്. കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. അത് സഹായങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. തിരിച്ചു കിട്ടുന്ന പണമാണോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അതൊന്ന് കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുക. ദമ്പതിമാരൊക്കെ ഒന്നിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള തൊഴിലുകളൊക്കെ നിങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ദമ്പതിമാരൊക്കെ അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അടുത്തു ചേരുന്നതാണ്. വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. സുവ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധവും ലക്ഷ്യബോധവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ശ്രദ്ധ ചെലുത്തിയാൽ ഈ സമയത്ത് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നതാണ്. ചികിത്സകളൊക്കെ ഫലം ലഭിക്കുന്നതാണ്. അതുവഴി ആരോഗ്യമൊക്കെ തൃപ്തികരമായി മാറുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യമൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയില് വിശ്വസ്ത സേവനത്തിനുള്ള പ്രശസ്തി പത്രമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നതാണ്. സാമ്പത്തികമായിട്ട് ഡിസംബർ അവസാന ഭാഗം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടും ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 അവസാന ഭാഗം വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷാദി കാര്യങ്ങളിലെല്ലാം വിജയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനത്തിനൊക്കെ നിങ്ങൾക്ക് സാധ്യതയേറുന്ന ഒരു സമയമാണിത്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശ വരുമാനമൊക്കെ ലഭിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 വർഷത്തെ വളരെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി വരവേൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ മാറിപ്പോകുവാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വർഷ അവസാനം ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വളരെയേറെ പുണ്യമാണ് അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. അന്നദാനം കൊടുക്കുമ്പോൾ അയാൾ അർഹതപ്പെട്ടതാണോ എന്ന് മാത്രം ഒന്ന് നോക്കുക. അർഹതപ്പെട്ട ആൾക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.